ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിന്ന് വൈകുന്നേരത്തെ ഒരു ഫുഡിൻ്റെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി അല്ല, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ചപ്പാത്തിയും കറിയും. ഞാനപ്പോൾ അത് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി നമ്മൾ ചെയ്യുന്നതൊന്ന് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മാവ് നേരത്തെ കുഴച്ച് വെച്ചതാണ്. കറിക്ക് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഉപ്പിട്ടിട്ട് നമ്മൾ വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചപ്പാത്തി കുഴച്ചു പരത്തി ചൂടുണ്ട്. പിന്നെ അതിനൊരു സിമ്പിൾ കറി ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കും, ഇതൊക്കെ ആർക്കെങ്കിലും അറിയാത്തതാണോ, എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. എങ്കിലും ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സന്തോഷം, അത് ഞാൻ ഇതിൽ എന്താ സന്തോഷം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും കേട്ടോ. ഞാനപ്പോൾ അതൊന്ന് കാണിച്ചു എന്ന് മാത്രം. അങ്ങനെ നമ്മൾ ചപ്പാത്തി പരത്തി ചപ്പാത്തി കറക്റ്റ് ഷേപ്പൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഇന്ത്യയുടെ ഭൂപടം പോലെയൊക്കെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചപ്പാത്തി ചൂടാനും വെച്ചിട്ടുണ്ട്. അതിനൊപ്പം ഞാൻ അപ്പം പരത്തി അപ്പം ചൂടുകയാണ് കേട്ടോ ചെയ്യുക. കറിയായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നമ്മൾ പാലൊഴിച്ചിട്ട് വെക്കുന്ന ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ. അധികം ആർഭാടങ്ങളൊന്നുമില്ല, മസാലയില്ല, ഒന്നുമില്ല. ജസ്റ്റ് അത് രണ്ടും കൂടി ഉപ്പിട്ട് വേവിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് പച്ചമുളക്, തേങ്ങ, പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ജസ്റ്റ് അരച്ചൊഴിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യുക, അല്ലെങ്കിൽ നേരെ പാലൊഴിക്കുന്നവർക്ക് ഒഴിക്കുക. ഞാനപ്പോൾ ഇതാ കടുക് പൊട്ടിച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയും സവോളയും കൂടി ഒന്ന് വഴറ്റുകയാണ് കേട്ടോ. എന്നിട്ട് തക്കാളി ഇട്ടിട്ട് വഴറ്റുന്ന, എന്നിട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചത് ഇതിലോട്ട് ഒഴിക്കുക, ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് ഒരു ഗ്ലാസ് തേങ്ങാപ്പാലുള്ളവർക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുക. എൻ്റെ അടുത്ത് തേങ്ങാപ്പാലില്ലാത്ത നേരം ഞാൻ പശുവും പാലാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. പാക്കറ്റ് പാൽ, പശുവും പാലല്ല, പാക്കറ്റ് പാൽ ഒഴിക്കുന്നു. അത്രയേ ഉള്ളൂ, കറി റെഡി. സൂപ്പർ കറിയാണ്. തേങ്ങ അരച്ച് ഒഴിക്കുന്നവർക്ക് തേങ്ങ അരച്ച് ഒഴിക്കുക, ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ കറി ഇവിടെ നിന്ന് സെറ്റാവട്ടെ. ഇത് മോനവിടെ നിന്നിട്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ പാലിൻ്റെ പാക്കറ്റ് എടുത്ത് ഇതാണെന്ന് പറയണം. അപ്പോൾ ഇത് പാലൊഴിച്ച് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ സൂപ്പർ കറി റെഡി. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. സന്തോഷം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതാ ചപ്പാത്തിയും കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താ ഇതൊക്കെ ഒരു കണ്ടൻറ്റാണോ വീഡിയോ ആണോ ചോദിക്കുന്നവരുണ്ടാകും. കമൻറ്റിൽ ചോദിച്ചും കാണുന്നവർക്ക് ബോറടി ഉള്ളവരുണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സി യു. ആലോചിച്ച് ചിന്തിച്ചിട്ടൊക്കെ കഴിക്കുകയാണ് ഞാൻ.